കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ 3 വർഷങ്ങൾക്ക് ശേഷം ആരംഭിച്ചിരിക്കുന്ന ഈ ഒക്ടോബർ നവംബർ മാസങ്ങൾ നടക്കുന്ന മിഷൻ മന്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി തുടർന്നുള്ള നാളുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന TV-യിലൂടെ മറ്റു വിവിധ നിലകൾ നടക്കുന്ന മിഷന് വേണ്ടി പ്രാർത്ഥിപ്പാനും കൊടുപ്പാനുമുള്ള ഈ അവസരം എല്ലാവരും ഉപയോഗിക്കണം. സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൽ പങ്കാളിയാകാൻ എങ്ങനെ സാധിക്കുമെന്നത്, നമ്മുടെ അക്കൗണ്ട് നമ്പർ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, അതെല്ലാം നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കും. ഏലപ്പാറയിൽ നടന്ന അത്ഭുത വിടുതലുകൾ, സൗഖ്യ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ് അത്ഭുത മന്ത്രിയോടൊപ്പം. കർത്താവ് വീണ്ടും വരും. യേശു രാജാതിരാജാവായി വരും. ഇന്ന് വിളിച്ചാൽ നിന്റെ ഹൃദയത്തിൽ വരും. I believe in miracles. യേശുവിന്റെ നാമത്തിൽ ചെവികൾ ഇപ്പോൾ തന്നെ തുറന്നു വരട്ടെ. നിനക്ക് പറ്റിയ തെറ്റുകൾ ഓർത്ത് നീ ഭാരപ്പെടാതെ ഒന്ന് മടങ്ങി വന്ന് കൈവിടാത്തൊരു നല്ല കർത്താവ്, ഇങ്ങനെ ഒരു രക്ഷകൻ വേറെ ആരുണ്ട്? ഒരിടത്തും ജീവിക്കാൻ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അവന്റെ പേരത്ര യേശു. മാറി മൂക്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പം ഇല്ല. കോങ്ങണ്ണായിട്ടുള്ള ആ രീതിയിൽ തന്നെയായിരുന്നു നിൽക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ കൈക്ക് മീതെ ഒരു കൈ വന്ന് ഇറങ്ങുന്നതായിട്ടും കണ്ണിൻ്റെ ഞരമ്പ് നേരെ നിൽക്കുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കൈ തുടങ്ങുമ്പോൾ അറിയാം, ഇല്ല പൂർണ്ണ സൗകര്യവും കിട്ടി. എനിക്ക് എല്ലാം നല്ലപോലെ കാണാതെ തലയിൽ യാതോ കൈ വെച്ചതുപോലെ തടകിയതുപോലെ തോന്നി. ക്ലച്ച് പിടിക്കുക മാത്രമല്ല, യേശു അപ്പ ഗീറൂടെ മാറ്റി തന്നു. ഹൃദയം തുറന്നൊന്ന് വിളിച്ചാൽ മതി, ഈ യേശുവിനെ എനിക്കും വേണം. സ്തോത്രം. ഞങ്ങൾ ആരിവിടെ ഇരിക്കുന്നവർ സൂപ്പർമാൻമാരല്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ സൗഖ്യമാക്കുന്ന കർത്താവിനെ ഞാൻ ആസ്വദിച്ചത്. ഇന്ന് ഈ മീറ്റിംഗ് ഏറ്റവും അധികം ഇതിനു വേണ്ടി മനസ്സ് വെച്ച തങ്കച്ചൻ ബ്രദർ, ആ തങ്കച്ചൻ ബ്രദർ തൻ്റെ ജീവിതത്തിൽ തൻ്റെ മോൻ്റെ സൗഖ്യം ആസ്വദിച്ചത്. കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രസിദ്ധനായ ഡോക്ടർ തൻ്റെ മോൻ്റെ ഹാർട്ട് ഉണ്ടായ സമയത്ത് തന്നെ അവൻ്റെ ശ്വാസം മുട്ടലും പ്രശ്നങ്ങൾ കണ്ടപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് അവൻ്റെ ഹാർട്ടിൻ്റെ ലീക്കും, ഹാർട്ടിനൊരു സുഷിരവും വാൽവിന് ലീക്കുമാണ് എന്ന് കണ്ടെത്തിയത്. അങ്ങനെ ആ കുഞ്ഞിനെ ഓപ്പറേഷന് വേണ്ടി വെച്ചു. ഒരു പ്രായമായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാ വർഷവും ടെസ്റ്റുകൾ ചെയ്ത് ഉറപ്പിച്ച് ഒടുവിൽ ഓപ്പറേഷൻ്റെ ഡേറ്റ് നിർണയിച്ച് അതിനോട് അടുത്തിരിക്കുമ്പോഴാണ് കോട്ടയത്ത് നമ്മുടെ ഈ പ്രാർത്ഥന തുടങ്ങിയത്. തങ്കു ബ്രദറും ഈ സഹോദരനും വളരെ പരിചിതരായിരുന്നു. അങ്ങനെ കോട്ടയത്ത് ഒരു സഭയുടെയും അല്ലാത്ത ഒരു മീറ്റിംഗ് നടത്തി. കോട്ടയത്തെ ബിസിനസ്സുകാർ അങ്ങനെയുള്ള പലരും ആ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുത്തു. സ്തോത്രം. അതിനൊരു വേലിക്കെട്ടുമില്ല, ആർക്കും വരാം, കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. ആ സമയത്താണ് ഈ കുഞ്ഞിൻ്റെ ഓപ്പറേഷനിലേക്ക് പോകണം. അപ്പോൾ തന്നെ ഇദ്ദേഹം വലിയൊരു സാമ്പത്തിക വിഷയത്തിലാണ്. തങ്കു ബ്രദർ പറഞ്ഞു, തങ്കച്ചൻ ബ്രദറൊന്നും ഭാരപ്പെടണ്ട, എന്നെ സൗഖ്യമാക്കിയ കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കും. ഞാനിവിടെയുള്ള ഒരു ആഴ്ചയിലായിരുന്നു. അന്ന് വൈകുന്നേരങ്ങളിലാണ് അവിടെ മീറ്റിംഗ് നടത്തുന്നത്. ഈ കുഞ്ഞിന് വേണ്ടി തങ്കു ബ്രദർ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് തങ്കു ബ്രദർ തങ്കച്ചൻ ബ്രദറിനോട് പറഞ്ഞു, സ്തോത്രം, കർത്താവ് അത്ഭുതം ചെയ്യുന്നവനാണെന്ന് വചനം പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം നടന്നു എന്ന് വിശ്വസിക്കാനല്ലേ പറയുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന എന്തോ നടന്നിട്ടുണ്ട്. ഈ തവണ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ തന്നെ അത്ഭുതം കാണും. കത്തി വെക്കേണ്ടി വരില്ല. ഒന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി മെഡിക്കൽ കോളേജിൽ വന്ന് വീണ്ടും ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഡോക്ടർ 2 മണിക്കൂർ അവനെ ടെസ്റ്റ് ചെയ്തു. വീണ്ടും നോക്കിയിട്ട് എന്നെ അകത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ അവനൊരു കുഴപ്പവും കാണുന്നില്ല, ഓപ്പറേഷൻ ചെയ്യണ്ട. മാത്രമല്ല അവൻ്റെ രോഗലക്ഷണങ്ങൾ മുഴുവൻ മാറി. അതോടെ കാണണമല്ലോ. ഇന്നും ആരോഗ്യവാനായി നല്ലൊരു ബിസിനസ്സൊക്കെ ചെയ്ത് ആ മോൻ നല്ല യൗവന പ്രായത്തിൽ നല്ല ആരോഗ്യവാനായി. ഇത്രയും വർഷം അവന് 23 വയസ്സായി നല്ലൊരു ചെറുപ്പക്കാരനായി അവൻ ഇരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ കർത്താവ് ഈ മകനോട് മനസ്സലിഞ്ഞെന്ന് മാത്രമല്ല, ഈ അത്ഭുതം കണ്ടപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന പലരും, ഓ, ഈ യേശു ജീവനോടെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഷാജി ബ്രദർ കർത്താവിലേക്ക് വരാനിടയായത്. മദ്യത്തിന് താൻ അടിമയായിരുന്നു. ഇതുപോലെ തന്നെ കോട്ടയത്ത് നടന്ന മീറ്റിങ്ങിൽ ഷാജി ബ്രദർ കടന്നു വന്നത് ഞാൻ ഓർക്കുന്നു. അവിടെ വെച്ച് അന്ന് കർത്താവിൻ്റെ വചനം ആ മകനെ തൊട്ടു.
തനിക്ക് കുടി നിർത്താൻ ഇഷ്ടമില്ലായിരുന്നു. രാപ്പകൽ കുടിക്കും. വീട്ടിൽ ചെന്നെത്തത്തിൽ എവിടെയെങ്കിലും വണ്ടിയിട്ട് മയങ്ങിക്കിടക്കുന്ന സ്ഥിതിയായിരുന്നു. എന്നാൽ എൻ്റെ കുടിയൊന്ന് കുറച്ചു തരണേ എന്ന് മാത്രമേ അന്ന് ബ്രദർ പ്രാർത്ഥിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞു, എന്തോ ഒന്ന് എന്നിൽ സംഭവിച്ചു, എനിക്ക് പിന്നെ അന്ന് മുതൽ പിന്നെ തൊടാൻ പറ്റുന്നില്ല. കോട്ടയത്ത് ഏറ്റവും അധികം മദ്യത്തിൽ തകർന്ന് തൻ്റെ ആന്തരിക അവയവങ്ങൾ പോലും മദ്യപാനത്താൽ അല്ലേ കരളിനൊക്കെ പ്രശ്നമായി കുടി അങ്ങ് അതുപോലെ കുടിയിൽ അല്ലെ അധികം ആയിപ്പോയി. ഡോക്ടർമാരെ സമയം പറഞ്ഞിരുന്നു, ഇങ്ങനെ പോയാൽ 3 മാസം വരെ ലിവറിന് അത്ര പ്രശ്നം ഉണ്ടായിരുന്നു. കുടുംബജീവിതം, സാമ്പത്തികമായി, ആരോഗ്യം, ഒരിടത്തും ജീവിക്കാൻ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അന്നത്തെ മീറ്റിങ്ങിൽ ഞങ്ങളാരും കണ്ടില്ല യേശു ഇങ്ങനെ ഇറങ്ങി വരുന്നു ഒന്നും. ഇതുപോലൊരു ഹോളിൽ, ഇതിനേക്കാൾ ചെറിയൊരു ഹോളിൽ യേശു ജീവനോടെ ഉണ്ട്, നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഒറ്റ വിളി വിളിച്ചതേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്നതിന്റെ താല്പര്യം എന്ന് വെച്ചാൽ ഇന്ന് ഏലപ്പാറയിൽ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അതേ യേശു ഇവിടെ ഉണ്ട്. ബേച്ചായൻ അദ്ദേഹത്തിൻ്റെ ഒരു വശം തളർന്നുപോയി. MRFിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കെ തളർന്നുപോയി ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് തങ്കു ബ്രദർ അവിടെ പോയി പ്രാർത്ഥിക്കുകയും അവിടെ വെച്ച് തന്നെ വെയിറ്റ് നീക്കി എഴുന്നേറ്റ് നടന്നിഞ്ഞ് പോകുന്നു. അത്ഭുത സൗഖ്യം കർത്താവ് കൊടുത്തു. ബിനു ബ്രദർ ഇന്നിവിടുത്തെ ഡയോസിസ് പാസ്റ്ററാണ്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, ഞങ്ങൾ അയൽവാസികളാണ്. അദ്ദേഹത്തിനെ ചെറുപ്പകാലത്ത് തന്നെ മദ്യവും ലോകത്തിൻ്റെ വഴികളും തന്നെ പിടിച്ച് വളരെ തകർന്ന, ഞാൻ ഇന്നും ഓർക്കുന്നു ഈ സഹോദരൻ, നാട്ടുകാർ ഈ ബിനുവിൻ്റെ ഭാവി എന്താകും എന്ന് തള്ളിക്കളഞ്ഞ വ്യക്തിയാണ്, വീട്ടുകാർ തള്ളിക്കളഞ്ഞ വ്യക്തിയാണ്. അന്ന് ഞങ്ങൾ അവിടെ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ വഴിയരികിൽ വന്ന് നിന്നതാ. ഞങ്ങളാരും കണ്ടില്ല യേശു അതിലേ വരുന്നത്. പക്ഷെ ഈ മകനെ തൊട്ടു. ഈ കണ്ണുകൊണ്ടല്ലാതെ ഉൾക്കണ്ണുകൊണ്ട് ഇന്ന് പകൽ യേശുവിൻ്റെ സാന്നിധ്യം നീ അറിയുന്നെങ്കിൽ അവൻ്റെ നാമം വിളിക്കുമ്പോൾ തളർച്ചകൾ മാറിപ്പോകും, കാഴ്ച മടങ്ങി വരും, കേൾവി കർത്താവ് തരും. I believe in miracles. I believe in miracles. എൻ്റെ യേശുവേ, ഇന്ന് ഏലപ്പാറ പട്ടണത്തിൽ ഈ ഹോളിൽ നീ ഇറങ്ങി നിൽക്കുമ്പോൾ ഹാർട്ട് ബ്ലോക്കുകൾ ഉരുകി മാറട്ടെ, കാണാൻ മേലാത്ത കണ്ണുകൾ തുറക്കട്ടെ. നമ്മളിങ്ങനെ വായിക്കുന്നു, ഈ യേശു ഞാൻ ഇന്ന് പറഞ്ഞ അതേ വചനം അപ്പോസ്തലന്മാരെല്ലായിടത്തും പറഞ്ഞു. എന്താ പറഞ്ഞ്? യേശു ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും ജീവിക്കാം, യേശു മരിച്ചുയർത്തുകൊണ്ട് നിങ്ങൾക്കും മരണത്തെ ധൈര്യമായി ഫേസ് ചെയ്യാം. ഈ വചനം പറഞ്ഞിടത്തെല്ലാം എന്ത് സംഭവിച്ചു? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ കർത്താവ് ഉറപ്പിച്ചു. ഇന്ന് ഈ വചനം കർത്താവ് ഇവിടെ ഉറപ്പിക്കും. അത്ഭുത രോഗസൗഖ്യങ്ങളാൽ കർത്താവ് ഉറപ്പിക്കും. എൻ്റെ ഉള്ളിൽ കർത്താവ് പറയണ, വർഷങ്ങളായി വയറ്റിൽ വളരുന്ന ചില മുഴകൾ ഇന്ന് ഇവിടെ വെച്ച് അപ്രത്യക്ഷമാണ്. വർഷങ്ങളായി വയറ്റിൽ അനുഭവപ്പെടുന്ന അതിവേദനകൾ, ഭക്ഷണം കഴിക്കാൻ മേലാത്ത സ്ഥിതികൾ ഇന്നിവിടെ വെച്ച് സൗഖ്യമാവും. ഹല്ലേലൂയ. എന്താണ് എനിക്കിത് പറയാനുള്ള ധൈര്യം? എൻ്റെ ശക്തിയിലല്ല, ഞാൻ ശക്തനല്ല, ഞാൻ സാധാരണ മനുഷ്യനാ. പക്ഷെ വാക്ക് പറഞ്ഞ കർത്താവ്, ഞാനോ ഇത് പ്രസംഗിക്കുന്നിടത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവൻ ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും വിശ്വാസത്തോടെ ആ യേശുവിൻ്റെ നാമം വിളിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ അവൻ്റെ അത്ഭുത കരം കാണുവാൻ പോകുകയാണ്. TV പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, TV പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവശക്തി ഇറങ്ങി വരികയാണ്. യേശു അവിടെ വരികയാണ്. യേശുവേ എന്നൊന്ന് വിളിച്ചോട്ടെ. നമ്മൾ വായിച്ച വാക്യം മറക്കരുത്. ഫിലിപ്പിയർ 1:21 എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. I can face my life, I can face my death because my Jesus is alive. മിക്കവാറും ക്രൈസ്തവ വിശ്വാസികൾക്കെല്ലാം അറിയാവുന്ന ഒരു മനോഹരമായ ഗാനമുണ്ട്. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. നമുക്കത് ഇങ്ങനെയും കൂടെ പാടാം. എൻ്റെ ഉള്ളത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജാധിരാജാവായി. സർവ്വലോകവും അറിയട്ടെ, ഏലപ്പാറ അറിയട്ടെ, ഇന്നത് കേൾക്കുന്നവരറിയട്ടെ. ദൈവം എൻ്റെ കർത്താവ് ഈ ലോകത്തിലെ ഒരു ഭരണ സംവിധാനത്തിന് എതിരല്ല, മറിച്ച് വചനം പറയുന്നു കർത്താവാണ്
ഭരണാധിപന്മാരെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിൽ നല്ലാതെ ഒരധികാരവും ഇല്ല. അമേരിക്കയിൽ ട്രംപ് ആയാലും, ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആയാലും, കേരളത്തിൽ പിണറായി വിജയനായാലും ഓരോരുത്തരെയും അധികാരത്തിൽ കൊണ്ടുവന്ന ദൈവമാണെന്ന് കർത്താവ്. ഒരു ഭരണത്തിനും എതിരല്ല എൻ്റെ കർത്താവ്. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുപ്പീൻ, ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവവിശ്വാസികൾ രാജ്യത്തിന് അനുഗ്രഹമായിരിക്കണം. ഒരു നല്ല ക്രിസ്തു വിശ്വാസി ഒരിക്കലും ഭീകരവാദിയാകില്ല. ഒരു നല്ല ക്രിസ്തു വിശ്വാസി ഒരിക്കലും സ്വന്തം രാജ്യത്തിനെതിരെ പോരാടില്ല. ഒരു നല്ല ക്രിസ്തു വിശ്വാസി നല്ലൊരു പൗരനായിരിക്കും. ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ഒരു റോമൻ പൗരനാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്ന പൗലൂസ് പറഞ്ഞെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു ഇന്ത്യക്കാരനാണെന്നതിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനം വ്യക്തമായി പറയുന്നു, മാനുഷിക ഭരണയുഗം അവസാനിക്കും. എല്ലാവരും പറഞ്ഞേ, ഏതവസാനിക്കും? ലോകത്തെ ഭരിക്കുന്ന അധികാരം മനുഷ്യന് ദൈവമാ കൊടുത്തത്. പക്ഷെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ദൈവം വീണ്ടും അതെടുത്ത് രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവിന്റെ കയ്യിൽ കൊടുക്കും. നിങ്ങൾക്കറിയാമോ ഇപ്പോഴേ യേശുവിന്റെ ഭരണം ഇവിടെ നടക്കുന്നുണ്ടെന്നറിയാമോ? അതിനാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞത്. ഏതാണ്? പക്ഷെ അത് ഹൃദയങ്ങളിലാണ്. എവിടെ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഞാൻ പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ചും അതിൻ്റെ മന്ത്രിയെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും അതിൻ്റെ മന്ത്രിയെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിനെ കുറിച്ചും അതിൻ്റെ മന്ത്രിയെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. പൊതുവിതരണ മന്ത്രിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ സമാധാന മന്ത്രിയെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിരിക്കുന്ന ഒരിടത്തേ ഉള്ളൂ. ആമേൻ. പൊതുവിതരണ വകുപ്പ് മന്ത്രി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മന്ത്രി, അദ്ദേഹം നമുക്ക് അരിയും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരികയാണ്, നമ്മുടെ റേഷൻ കടയിൽ എത്തിച്ചു തരികയാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെയോ നമ്മുടെ ഡൽഹിയിലെയോ അല്ലെങ്കിൽ വാഷിംഗ്ടൺ DC-യിലെയോ ഒരൊറ്റ മന്ത്രിക്കും മനുഷ്യ ഹൃദയങ്ങളിൽ സമാധാനം എത്തിക്കുന്ന വകുപ്പ് കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു അത്ഭുത മന്ത്രിയെ ഇന്ന് പകൽ ഞാൻ പരിചയപ്പെടുത്തട്ടെ. സ്തോത്രം, സ്തോത്രം. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും, അത് ലോകം തരുന്നത് പോലെയല്ല. പലരും വിചാരിക്കുന്ന ഈ ദൈവരാജ്യം ദൈവരാജ്യം എന്ന് കേട്ട ഏതോ ഇവിടെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ കൂടി രാജ്യത്തെ അട്ടിമറിക്കാൻ. നോ. യേശുവിനോട് പീലാത്തോസ് ചോദിച്ചു, നീ രാജാവാണോ? നീ റോമൻ കൈസർക്കെതിരെ വന്നിരിക്കുകയാണോ എന്നൊക്കെയുള്ള നിലയിൽ നീ രാജാവാണോ എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, അതെ, ഞാൻ രാജാവാണ്. എന്നാൽ എൻ്റെ രാജ്യം ഇപ്പോൾ ഐഹികമല്ല. റോമൻ കൈസർ ഭരിക്കുന്നത് പോലെ ഐഹിക ഗവൺമെൻറ് അല്ല എൻ്റേത്. എൻ്റെ രാജ്യം ഹൃദയങ്ങളിലാണ്. ഒരു വ്യക്തി എന്നെ കർത്താവായി സ്വീകരിച്ചാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദിവ്യ സമാധാനം ഞാൻ കൊടുക്കും. ഇഷ്ടംപോലെ പൈസ ബാങ്കിലുണ്ടായിട്ടും ആരോഗ്യത്തിനൊരു പ്രശ്നമില്ലാഞ്ഞിട്ടും യാതൊരു സ്വസ്ഥതയില്ലാത്ത ചിലർ എന്നെ വന്ന് കാണാറുണ്ട്. ബ്രദറെ, പൈസയ്ക്ക് ഒരു കുഴപ്പമില്ല, മക്കൾക്കൊരു കുഴപ്പമില്ല, എനിക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര മനവേദനയാ. ഹല്ലേലൂയ. ആ വേദന മാറ്റാൻ ഒരുവൻ ജീവിക്കുന്നു. ഹൃദയത്തിൽ വാഴുന്നൊരു കർത്താവ്. പക്ഷെ ഇന്ന് ഹൃദയത്തിൽ വാഴുന്നവന് ഒരു ദിവസം ഭൂമിയെ മുഴുവൻ വാണിരിക്കും. അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 15 പറയുന്നു, അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അവസാനം വരുത്തി രാജത്വം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. അതാണ് സ്തോത്രം. കർത്താവ് വീണ്ടും വരും. കർത്താവ് വീണ്ടും വരും. യേശു രാജാതിരാജാവായി വരും. ഇന്ന് വിളിച്ചാൽ നിന്റെ ഹൃദയത്തിൽ വരും. ഇന്നാരെങ്കിലും വിളിച്ചാൽ നിന്റെ ഹൃദയത്തിന്റെ രാജാവായ യേശു വരും. നിന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ട് ചിരിക്കാമെന്ന് ആരും കരുതണ്ട. പ്രശ്നത്തിൽ ഇരിക്കെ തന്നെ തുള്ളിച്ചാടുന്ന ഒരു വ്യക്തിയാക്കി നിന്നെ മാറ്റാനാണ് യേശു വന്നത്. അതാണ് രക്ഷ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ജയകരമായ ജീവിതം, ഉറക്കെ പറഞ്ഞേ, മരണാനന്തരം നിത്യജീവൻ, ഇത് രണ്ടുമായി യേശു ചെയ്യുന്നു. ഈ ലോകത്തിൽ ജയകരമായ ജീവിതം, അടുത്തിരിക്കുന്ന സുഖകരമായ ജീവിതം ഒന്നല്ല. പിന്നെ അതാണ് പൗലോസ് പറയുന്നത്, എല്ലായിടത്തും ഞങ്ങളെ ജയ ഉത്സവമായി
ജയമെന്ന് പറയുമ്പോഴേ ഓർത്തോണം, ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട്, തരണം ചെയ്യാൻ പലതുമുണ്ട്. പക്ഷെ നിന്റെ കയ്യിൽ ഒരാൾ പിടിച്ചിരിക്കുന്നുണ്ട്, നിനക്ക് തുള്ളിച്ചാടിപ്പോകാം. പല ആൾക്കാരും പല പ്രശ്നങ്ങളും വരുമ്പോൾ എനിക്ക് ചത്താ മതി, എനിക്ക് ഇച്ചിരി വിഷം മേടിച്ചു തന്നേര്, ഞാൻ റെയിൽവേ ട്രാക്കിൽ പോകാണ് എന്ന് പറയുന്നവർ, ഇവിടെ ഇരിക്കുന്ന പലരും ജീവിതത്തിൽ ഒളിച്ചോടാൻ ശ്രമിച്ചവർ, ആത്മഹത്യക്ക് ഒരുങ്ങിയവരൊക്കെ ഇവിടെ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പൈതലെ, കർത്താവുള്ളൊരു വ്യക്തിയുടെ കൺഫെഷൻ കേൾക്കണോ? എന്താ പറയുന്നറിയാമോ? ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. 118 സങ്കീർത്തനം 17 വാക്യം പറഞ്ഞ, ഞാൻ മരിക്കയില്ല. വിളിച്ചു പറഞ്ഞേ, ഉറക്കെ പറ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. അതെ, ക്രിസ്തുവിലുള്ളൊരു വ്യക്തിക്ക് ധൈര്യത്തോടെ ജീവിതത്തെ നേരിടാം, ധൈര്യത്തോടെ മരണത്തെ നേരിടാം. നമ്മളിനി അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ വീണ്ടും കാണാൻ പോകുകയാണ്. അപ്പോൾ തന്നെ ഓർക്കുക, ഇത് മിഷൻ മന്താണ്. ഒക്ടോബർ 15 മുതൽ ഡിസംബർ 15 വരെ 3 വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ മിഷൻ മാസങ്ങളാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ. കഴിഞ്ഞ മിഷൻ മന്തിലാണ് നമ്മൾ ഈ ക്യാമറകളും ഈ എഡിറ്റിംഗ് സെറ്റെല്ലാം നമുക്ക് കർത്താവ് തന്നത്. ഈ മിഷൻ മന്തിലൂടെ അടുത്ത ഒരു വലിയ വിശാലമായ സ്റ്റെപ്പിലേക്ക് നമ്മൾ ചുവട് വെക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ മിഷൻ മന്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, കൂടാതെ ഓൺലൈനായി പേ ചെയ്യാം. ഇന്ത്യൻ റുപ്പീസിലെ ഓൺലൈൻ പേ ചെയ്യാനൊക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിലൂടെ, നിങ്ങളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡിലൂടെയൊക്കെ തൽക്ഷണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുള്ള വിവരങ്ങൾ ലഭിക്കും. കൂടാതെ ഏലപ്പാറയിൽ ഒരു വലിയ ക്രൂസൈഡ് അടുത്തതായി ഒരുങ്ങാണ്. ഏലപ്പാറയിൽ ഒരു തുടക്കം മാത്രമായിരുന്നു ആ TV പ്രേക്ഷക മീറ്റിംഗിൽ. മെഗാ മീറ്റിംഗ് നടക്കാൻ പോകുന്നു. നവംബർ 9, 10, 11 വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ ഞങ്ങളൊരു ടീമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന വലിയ മെഗാ മീറ്റിങ്ങിന് വേണ്ടി ലോകമെങ്ങും എല്ലാവരും പ്രാർത്ഥിക്കണം. വലിയ വിടുതലുകൾ കർത്താവ് ചെയ്യട്ടെ. അനേക മദ്യപാനികൾ രൂപാന്തരപ്പെടട്ടെ. ക്രിസ്തുവിനെ അറിയാത്ത അനേകർ ദിവ്യ ആശ്വാസത്തിലേക്ക് വരട്ടെ. വലിയ കാര്യങ്ങൾ നടക്കട്ടെ. എൻ്റെ അടിവയറ്റ് 2 വശത്തും ഒരു ബലൂണ് പോലെ എന്തോ വീർത്തിക്കുന്നതായിട്ട് തോന്നി. എന്നാൽ കർത്താവ് ഈ സമയം എന്നെ സുഖപ്പെടുത്തി. എത്ര നാളായിട്ട് ഇതുണ്ടായിരുന്നു? അതൊരു 3 മാസമായി. ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. യേശുവാകുന്ന ഡോക്ടർ എന്നെ സുഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവം ഉണ്ടായത്? അതുപോലെ ആ മുര ഒരു ബലൂണ് പോലെ ഇങ്ങനെ കുനിയാൻ പാടില്ലായിരുന്നു. എന്നാൽ ആ മുര അങ്ങോട്ട് ഇപ്പോൾ ഇല്ല. ആ മുരയില്ല, 2 മുരയായിരുന്നു. ആ മുര കാണാനില്ല. അത് ഈ ബലൂണ് പോലെ വീർത്തിട്ട് ശരി, തൊട്ടാ അറിയായിരുന്നു? അറിയായിരുന്നു. ബലൂണ് പോലെ വീർത്തിരിക്കുന്ന മുര ഇങ്ങനെ കുനിയുമ്പോൾ അത് തെറിച്ച് മുകളിലോട്ട് വരും. എന്നാൽ കർത്താവ് ഈ സമയം എന്നെ സുഖപ്പെടുത്തി. ആ മുരയില്ല. ഇപ്പോൾ എനിക്ക് നിവിരുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. കുനിഞ്ഞ് ഒന്നുകൂടെ ചാടി എഴുന്നേക്കുന്നു. മറ്റേത് ഇവിടെ ഇങ്ങനെ കുനിയുമ്പോൾ ഒരു ബലൂണ് പോലെ ഇങ്ങനെ വികസിച്ച് വരും. ഇങ്ങനെ അനങ്ങുമ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോഴും എല്ലാം ഇങ്ങനെ ബലൂണ് പോലെ വികസിച്ച് വന്നുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവ് ഈ സമയം എന്നെ സുഖപ്പെടുത്തി. ആ ബലൂൺ ഇല്ല. കാരം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. எனக்கு முட்டுக்கு 2 முட்டுக்கும் பயங்கர பிரச்சனை. அப்போ ஆஸ்பத்திரியில் போய் எக்ஸ்ரேலாம் எடுத்து பார்த்தப்போ 2 முட்டிலையும் இந்த குதியிலையும் பயங்கர வேதனை. அதுக்கெல்லாம் தேய்மானம்னு சொல்லவும் பக்கத்து வீட்டுக்காரவங்க இந்த மாதிரிக்கு தோம்ஸுக்குட்டி பிரதர் வராங்க. அதில் போய் நீங்கள் நம்ம பங்கெடுத்தோம்னு சொன்னால் உங்களுக்கு எல்லா நாளும் விடுதலையாகும், நீங்கள் வாங்கன்னு சொல்லி அவங்க நீங்கள் வந்தாலே வரணும்னு சொல்லி என்னை பிடிவாதமாக பிடிச்சி என்னை கூட்டிகிட்டு வந்தாங்க. நான் எப்பவும் ஆஸ்பத்திரியும் மாத்திரையும் மருந்து மாற்றி நாங்கள் அழைச்சிட்டு இருந்தது. நீ திங்கக்கிழமையும் கூட ரிசல்ட்டை கொண்டு போய் காணிக்கிறதுக்கு நான் போனோம். அப்போ இருந்தப்போ பிரார்த்திக்கையிலையும் வசனத்துலேயுமே ஆண்டவர் என்னை உள்ளே தொட்டுட்டு இப்போ எல்லாத்துக்கும் இப்படி பிரார்த்திங்க, கரம் நீட்டுங்க, இப்போ உங்கள் இதுகளை சொல்லி ஏற்றெடுங்க அப்படின்னு சொன்னப்போ நான் பிரார்த்திக்கிட்டு நிற்கையில் தலையில் யாரோ கை வச்சது போல் இருந்துச்சு. ஆமே, ஹல்லேலூயா. கை வச்சு காற்றுக்குள்ளே சொல்லுது, உன்னைய கரம் கர்த்தர் உன்னை மீட்டெடுக்க போகிறார், கரம் தொடுது அப்படின்னு சொல்லி காற்றுக்குள்ளே யாரோ சொல்கிறது மாதிரி. തലയിൽ ആരോ വന്ന് തൊടുകയും ചെയ്തു. കാതിൽ വന്ന് പറഞ്ഞു, കർത്തർ നിന്നെ
തൊടുന്നു, സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. எனக்கு அப்போ நீங்கள் துள்ளி குதிச்சு இப்படி நல்லா பிரார்த்திங்கன்னு சொல்லி நேரத்தே துள்ளி குதித்து பிரார்த்திக்கையில் நான் நினச்சிக்கிட்டு இருந்தேன், இதுபோல் கர்த்தாவே நான் துள்ளி குதிக்கணும், உங்களை நான் ஆராதிக்கணும், நான் கம்பீரப்படுத்தணும் உங்களை அப்படின்னு சொல்லி நான் വാഞ്ചയോടെ തുള്ളി കുതിക്ക് എനിക്കെല്ലാം முடியலை. നേരത്തെ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തുള്ളാനും അനങ്ങാൻ മേലായിരുന്നു. എനിക്ക് ഇതുപോലെ ഞാൻ തുള്ളണം அப்படின்னு ആഗ്രഹിച്ച് അങ്ങനെ ആകണം, എല്ലാവരും തുള്ളുന്ന പോലെ തുള്ളണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പൊ ഞാൻ തുള്ളി കുതിച്ച് ഞാൻ നല്ലപോലെ തുള്ളി കുതിച്ച് മുട്ട് രണ്ടും തേഞ്ഞു പോയ ആളായി തുള്ളുന്നേ. ഒന്ന് കരമടി. ഞാൻ നല്ലപോലെ തുള്ളി കുതിച്ച് கர்த்தாவை என்னை தொட்டு உன் கர்த்தாவும் தொட போகுதுன்னு என்னை காத்துக்குள்ளே வந்து யாரோ சொன்னாங்க. அதுபோல் எனக்கு வந்து என்னை துள்ளி குதிச்சு நான் சொன்ன மிஸ்ட்டு நான் துள்ளி குதிச்சு. இப்போ வேதனை இல்லை? வேதனை அவ்வளவா இல்லை, ഒരു പ്രശ്നം ഇല്ല. നേരത്തെ ഇങ്ങനെ തുള്ളാൻ ഒക്കത്തില്ല. ഇല്ല, തുള്ളാൻ കാല് കൈ കിട്ടും ഒക്കത്തില്ല. ഇങ്ങനെ അനക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു. കുഴപ്പമില്ല. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ ഈ കൺക്ലൂഷൻ എടുക്കാൻ തുടങ്ങുകയും എനിക്കിപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. അതിങ്ങനെയാണ്: വാസ്തവത്തിൽ കിഡ്നി രോഗം ബാധിച്ച് കിടപ്പിലായി ഡയാലിസിസിന് വിധേയായ ഒരു സഹോദരി. ആ കുടുംബം കർത്താവിൽ വിശ്വാസികളാണ്. ഇത്രയും പ്രതിസന്ധിയായിട്ട് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവർ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം തങ്കു ബ്രദർ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വലിയൊരു ചൈതന്യം കൊടുത്തു. തളർച്ചയൊക്കെ മാറി. ഇപ്പോൾ എന്നെ വിളിച്ചപ്പോൾ അവർ പറയാൻ അടുത്തൊരു മീറ്റിങ്ങിന് പോവുകയാണ്, അവർ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. യെസ്, ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ കിഡ്നി രോഗം ബാധിച്ച് ഇനി തീർന്നു, ഇനി ജീവിക്കേണ്ട, മരണമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ അടിപ്പിണറുകളാലുള്ള സൗഖ്യം ഒന്ന് പിടിച്ചെഴുന്നേൽക്കണം. ആ തളർച്ച മാറും, ആ കടബാധ്യതയ്ക്ക് വിടുതലുണ്ട്, ആ രോഗബന്ധനങ്ങൾ മാറും. ആത്മഹത്യ വേണ്ട. യേശു നമുക്കായി കരം നീട്ടുന്നു. അത്ഭുത മന്ത്രിയോടൊപ്പം എന്നാണ് നമ്മൾ വചനം കേട്ടത്. അത്ഭുത മന്ത്രിയുടെ കരം ഇപ്പോൾ വ്യാപരിക്കുമ്പോൾ രോഗികൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് കൈവെക്കണം. ഞാനല്ല, നിങ്ങളുമല്ല, യേശുവ സൗഖ്യമാക്കുന്നത്. പക്ഷെ നമ്മുടെ വിശ്വാസത്തെ കർത്താവ് ഉപയോഗിക്കും. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ കേട്ട സാക്ഷ്യങ്ങൾ പോലെ കർത്താവെ, ഹൃദയ വാൽവ് സൃഷ്ടിക്കപ്പെട്ടത് ഞങ്ങൾ കേട്ടു. മദ്യപാനം മാറി അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടു. അതുപോലെ കർത്താവെ, അത്ഭുത രോഗസൗഖ്യങ്ങൾ ഞങ്ങൾ കേട്ടു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ യേശു ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന TV-യിലൂടെ, ഇൻ്റർനെറ്റിലൂടെ, HF TV-യിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും യേശു കർത്താവിൻ്റെ കരം വെച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പീള അടിഞ്ഞ് കണ്ണ് അതിവേദനയോടെ ഇരിക്കുന്ന രോഗം സൗഖ്യമാകുന്നു. ശ്വാസമുട്ടലുകൾ സൗഖ്യമാകുന്നു. തലയ്ക്കകത്തെ വിങ്ങലുകൾ സൗഖ്യമാകുന്നു. ശരീരം മുഴുവൻ ത്വക്കിലുണ്ടാകുന്ന അലർജികൾ സൗഖ്യമാകുന്നു. കർത്താവേ, തൃക്കരം നീട്ടിപിടിപ്പിക്കണമേ. അടിയന് വെളിപ്പെട്ടതും അല്ലാത്തതുമായ പല രോഗങ്ങളാൽ, ഭാരങ്ങളാൽ, വേദനകളാൽ, സാമ്പത്തിക പ്രതിസന്ധികളാൽ, കുടുംബ പ്രശ്നങ്ങളാൽ കഴിയുന്ന ഓരോരുത്തരുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. ചില കിടപ്പ് രോഗികളായി എല്ലാം തീർന്നുവെന്ന് പറഞ്ഞവർ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് ആ സഹോദരി പറഞ്ഞ പോലെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ ജീവനോടിരിക്കുമെന്ന് പറഞ്ഞ പുതുബലത്തോടെ എഴുന്നേൽക്കട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏലപ്പാറയിൽ നിന്ന് നടന്ന വിടുതലുകൾ വീണ്ടും തുടരുകയാണ്. നവംബർ 9, 10, 11 വ്യാഴം, വെള്ളി, ശനി നമുക്ക് വീണ്ടും ഏലപ്പാറയിൽ, ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിലെ മെഗാ മീറ്റിംഗ്, വലിയ ക്രൂസൈഡ്, ഒരു ഗ്രൗണ്ട് മുഴുവൻ, പഞ്ചായത്ത് ഹൈസ്കൂൾ ഗ്രൗണ്ട് ഏലപ്പാറ ജനങ്ങളെ കൊണ്ട് നിറയും. ആ ദേശം അനുഗ്രഹിക്കപ്പെടും. ലോകമെങ്ങും പ്രാർത്ഥിക്കണം. ഇടുക്കി ജില്ലയിലും ചുറ്റുപാടുള്ളവർ മാത്രമല്ല, വിദൂരങ്ങളിലുള്ളവരും ആ മീറ്റിങ്ങിന് വരാൻ പ്ലാൻ ചെയ്യണം. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന മിഷൻ മന്തിൽ സുവിശേഷത്തിനായി, യേശുവിനായി നമുക്ക് വിതയ്ക്കാം, വാരി വിതറാം. മിഷൻ മന്തിൽ പങ്കാളികളാകുവാൻ നമുക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഈ സ്ക്രീനിൽ ലഭിക്കുന്ന കോണ്ടാക്ട്സ് നമുക്ക് ഉപയോഗിക്കാം, വിവരങ്ങൾ ഉപയോഗിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.